അമ്മാവനാണ്. ഹലോ, എപ്പോ? അമ്മ ഇപ്പൊ എവിടെയുള്ള? വിഷമിക്കട്ടെ, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. ആ ശരി ശരി, വിഷമിക്കണ്ട, ഞാൻ വന്നോളാം. ഞാൻ വരാന്ന് പറഞ്ഞല്ലോ, പിന്നെന്തിനാ? ആ ശരി ശരി. എന്തേട്ടാ? ഈ അമ്മാവൻ്റെ അവിടെ ഈ ചെടിക്ക് മറ്റേ ചീരയ്ക്ക് മറ്റേ മരുന്നടിക്കുമല്ലോ, ആ കീടനാശിനി തളിച്ചോണ്ടിരുന്ന ആള് ബോധം കിട്ടി പോണെന്ന്. അയാളടുത്ത് ഐസിയിലും കിടത്തിരിക്കുക. അയ്യോ ശരിയാട്ടാ, കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു ഈ നിരോധിച്ച കീടനാശിനിയൊക്കെ ഉപയോഗിച്ചിട്ടേ കുറെ ആളുകൾക്ക് അപകടം പറ്റിയെന്ന്. അപ്പൊ അമ്മാവൻ ഇപ്പൊ എവിടെ ഉണ്ട്? അമ്മാവിടെ ഷെഡിനകത്ത് ഉണ്ട്, ആളെ കൂടിക്കൊണ്ടിരിക്കുക അവിടെ. അയ്യോ അമ്മാവ പേടിച്ചിരിക്കുക. ഞാൻ എന്തായാലും അങ്ങോട്ട് പോണം. നീ അയ്യോ ക്ലീറ്റോ ചേട്ടൻ ഉണ്ടായിരുന്നു, എന്തേലും ചെയ്യായിരുന്നല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല, നീ വാങ്ങോട്ടെ വേഗം. അല്ല ഏട്ടന് ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരും. എടാ 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 അഴകേശ, ഇറങ്ങി വാടാ. എടാ മര്യാദയ്ക്കാ നിന്നെ വിളിക്കുന്നത്, ഇത് 9ാമത്തെ പ്രാവശ്യം. ഇറങ്ങി വാടാ വിളിയിൽ. നീ എന്തോന്നടാ വിചാരിച്ച? അവൻ ഇരിക്കുന്ന ഇരിപ്പുണ്ടാ അല്ല, പട്ടിക്കുട്ടി പട്ടി ഇരിക്കുമ്പോൾ ഇരിക്കുന്നത്. എടാ നീ എന്തോന്നടാ വിചാരിച്ചത്? ഈ കൊതുവല ഇരുമ്പ് പോലെയാണെന്ന് വിചാരിച്ചാ? എടാ ഇത് നിസ്സാര കൊതുവലയാണ്. എനിക്ക് വേണമെങ്കിൽ അകത്ത് കയറി ഒന്ന് നിന്നെ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടിടാ. പക്ഷേ ഞാൻ അത്തരക്കാരനല്ല. ഇരയെ ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരു ക്രൂരനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറി വരണമെങ്കിൽ ഇറങ്ങി വേടാ. നീ പ്രശ്നം ഉണ്ടാക്കണ്ടൊന്ന് പോ. എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നീ എന്ത് തെറ്റിയതെന്നാടാ? കേട്ടടാ, കേന്ദ്ര സർക്കാർ നമ്മുടെ സർക്കാർ നിരോധിച്ച വിഷമടിച്ചല്ലടാ ഈ ചീരയില് നീ ആളുകളെ തീറ്റിക്കുന്നത്. അല്ലേ എടാ മക്കളെ, നിങ്ങൾ കേട്ടോളണം കേട്ടാ. കഴിഞ്ഞ ആഴ്ച ഞാൻ അറിഞ്ഞു പോലുമില്ല, അറിയാതെ ചന്തയിൽ ചെന്നപ്പോ എവന്റെ ചീരയാണെന്ന് അറിഞ്ഞില്ലല്ലോ, അത് വാങ്ങിച്ച് തിന്ന്. ഇത് കണ്ട, ഈ കാല് കണ്ട, ഇത് മുറിച്ചു കളഞ്ഞ യവ ഉത്തരവാദിത്തം പറയൂ. എടാ നിന്നെ ഞാൻ നോക്കിക്കോ, കവലേന്ന് ഇപ്പൊ പിള്ളേർ ഇനിയും വരും. അവരിവിടെ വന്നാൽ നിന്നെ ഇതിനകത്തിട്ട് ഞാൻ 4 പുതുക്കിയിട്ടേ പോലീസിനോട്. ഇല്ലാത്ത കാര്യം പറയല്ലേ? കൃഷി ഓഫീസറുടെ കയ്യിൽ നിന്ന് ഒരു കുഴപ്പമില്ലാത്ത കീടനാശിനി അതിന് തെളിച്ചേക്കണത്. ഏത് കിണിക്കി ഓഫീസർ? എടാ ഇവിടെ കിണിക്കി ഓഫീസർ ഇല്ലാതായിട്ട് 3 മാസം അറിയാമോ? 3 മാസം മുമ്പ് ആ കൃഷി ഓഫീസർ എഴുതി തന്ന മരുന്നാ ഞാൻ തെളിച്ചത്. നീ ഒരു ചുക്കും പറയണ്ട, ചുണ്ണാമ്പും പറയണ്ട. നീ നോക്കിക്കോ, എനിക്ക് കിട്ടിയിരിക്കുന്ന സുവർണ അവസരമാണ്. എടാ നിന്റെ ഈ ചീരത്തോട്ടം എല്ലാം കൂടെ ഞാൻ അങ്ങോട്ട് കിളച്ച് മറിച്ച് ചവിട്ടി മെതിച്ച് അവിടെ ഞങ്ങളൊരു കുളം കുത്തും. എന്നിട്ട് ഞാൻ അതിനകത്ത് കുളിക്കും, വേണ്ടി വന്നാൽ ചവരിക്കും. നിനക്ക് വല്ലതും ചെയ്യാണ്ടാ? ആവശ്യമില്ലാത്ത കാര്യം പറയണമെന്ന് ഇറങ്ങിപ്പോ. ഒരാവശ്യമില്ലാത്തല്ലേ പിള്ളേർ വരും. പിള്ളേർ അവന്റെ വാക്ക് കേൾക്കല്ലേട്ടോ. ഇവൻ എന്നോടുള്ള പഴ വൈരാഗ്യം തീർക്കാൻ ഒരു വൈരാഗ്യമില്ല. എടാ നിന്നെ ഇതിനകത്തിട്ട് പിള്ളേർ ഒന്ന് 4 വശം കൂടെ കത്തിക്കും, ഇതിനകത്തിട്ട് കത്തിക്കും. അല്ലെങ്കിൽ നീ ഇപ്പൊ ഇറങ്ങി വാ. ചേട്ടാ നോക്കി, ഓടി വരും. ആൾ കുടിക്കല്ലേ, നോക്കി വേഗം വാ. നിന്റെ അനന്തരവും വന്നാ എന്നെ അങ്ങ് എന്തോന്ന് എഴുതിയോളെ ഇവിടെ? എന്തോന്ന് എഴുതിയോളെ? ഹലോ, ഇല്ല ഞാൻ വരുന്നില്ല. നീ ഒന്ന് സാറിനോട് പറഞ്ഞേക്കണേ. ഞാൻ എൻ്റെ അമ്മാവൻ്റെ ചീരത്തോട്ടത്തിലേക്ക് വന്നു, ഒരു അത്യാവശ്യമായിട്ട്. വേഗം വാടി ഇങ്ങോട്ട്. അല്ലല്ലോ ഇവിടെ പറഞ്ഞു. മറ്റോമാരെല്ലാം വരാറായ? പെട്രോളൊക്കെ എടുത്തല്ലേ? കത്തിക്കാനുള്ള തീപ്പെട്ടി എല്ലാം റെഡിയാണ്. ഞാൻ 3 പറയുമ്പോ അടിച്ചോളാം. അങ്ങോട്ട് പോകാൻ പറ്റില്ല. എവിടെ പോണത്? അമ്മാവനൊന്ന് കാണണം. എന്റെ അമ്മാവനൊന്ന് കാണണം. അമ്മാവനെയും ഉമ്മാവനെയൊന്നും ഇപ്പൊ ഇവിടെ കാണാൻ ഒക്കൂല. നോക്കൂല. അവൻ ചെയ്തെന്താണെന്നറിയാമോ? ഈ കൂടെ വന്ന് അമ്മാവും ഉണ്ടാക്കുന്ന ചക്കര അടിച്ചോണ്ട് പോകാൻ ഭാര്യയും ഭർത്താവും കൂടെ വന്നാൽ പോരാ. അവൻ എങ്ങനെ പൈസ ഉണ്ടാക്കുന്ന അറിയാം. നിങ്ങൾക്ക് അറിയാമോ? 2 പേരും കൂടെ വന്നിരിക്കും. കേട്ടാ, നിന്റെ അമ്മാവന്റെ നിലവിളി കേട്ടാ? വിളിയടാ. ഇനിയും ഒരുപാട് വിളിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അമ്പിളിക്കുട്ടൻ ചേട്ടനെ കൂടെ വിളിക്കാട്ടോ. പോലീസിനെ വിളിക്കാന്നാ? പോലീസിനെ അല്ല, ഏത് പട്ടാളത്തിനെ വിളിച്ചാലും ശരി, 2 എണ്ണത്തിന് ഇന്ന് വിടുന്ന പ്രശ്നമില്ല. പറ്റില്ലെന്ന് പറഞ്ഞില്ല. എനിക്ക് എന്റെ അമ്മാവനെ കാണണം. ഒരു അമ്മാവനെ കാണാൻ ഒക്കില്ല. നിനക്കറിയാമോ, ഇവൻ വിഷം അടിപ്പിച്ച് ആളുകളെ കൊന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരുത്തൻ ചത്തേ ഉള്ളൂ. ഇപ്പൊ ഒരുത്തനെ കൊണ്ടുപോയി. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കണം. ആശുപത്രി കൊണ്ടുപോയിരിക്കുന്നേ ഉള്ളൂ, ചത്തൊന്നുമില്ല. ആവശ്യമുള്ള കാര്യത്തിനെ പറഞ്ഞ എന്താ ഇപ്പൊ അങ്ങോട്ട് പോക്കൂല. നിങ്ങളുടെ മലയാളത്തിലാ പറയുന്നത്, മാറിക്കുന്നു. ഞാൻ തമിഴിൽ പറയണോ പോക്കില്ല? നീ മലയാളത്തെ പറഞ്ഞ പറ്റൂലെന്ന് പറഞ്ഞാൽ പറ്റൂല. എല്ലാരും പ്രതിരോധം തീർത്തോടാ. അവനെ പതുക്കെ നടത്തിക്കോ. മാറോടെ വഴി മാറ. പറ്റില്ല. എനിക്ക് എന്റെ അമ്മാവനെ കാണണം. പേടിക്കാത്ത ശരീരം വേണം. ഞാൻ മലയാളത്തിലാണ് പറയുന്നത്, മാറിക്കാൻ. കമ്പ് താഴെടാ. കമ്പ് താഴെടാൻ.
നിന്റെ അമ്മാവന്റെ ശത്രുവോട് പറയുന്നത് കമ്പാടിയടാ. തലമണ്ട അടിച്ചാൻ മുട്ടിക്കും. ഇങ്ങോട്ട് മാറ്. മാറാ. 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 ഇങ്ങോട്ട് മാറ്. 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 ഇങ്ങോട്ട് പോടി. അടങ്ങുന്നോടാ. അവനെ വിട്ടു വിട്ടതാ. ചെന്ന് കയറി കൊടുക്കട്ടാ. ഇനി ആളുകൾ വരുമ്പോ നമുക്ക് കൂട്ടത്തോടെ പിതുക്കെ ആള് വേണ്ടേ അവിടെ. മാറി. കയറുത്ത് മാറ്റേ. മാറിപ്പോ. നിങ്ങളുടെ എന്താ കാര്യം? വെറുതെ തിണ്ണമെടുത്ത് കാണിക്കാൻ വരരുത്. അമ്മാവനോട് ആരും ചോദിക്കാനും പറയലെന്ന് വിചാരിക്കല്ലേ? അറിയാം അമ്മ, ആരും ഒരു പുല്ലും ചെയ്യില്ല. അവിടെ നിൽക്കല്ലേ? ഒരാവശ്യമില്ലാണ്ടാണ് ചങ്ങാതിക്കണ്ട ആൾക്കാരെ കൂട്ടിട്ട് എന്നെ തടഞ്ഞു വെച്ച് തല്ലാമെന്ന്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ജമന്തിയെ വെറുതെ പിടിച്ചു. വിഷമിക്കാതെ. ഞാൻ നല്ല മരുന്നതിന് അടിച്ചത് ഇവര് വെറുതെ ആവശ്യമില്ലാണ്ട് ഞാൻ കൊന്നു പറഞ്ഞിട്ട് എന്നെ പിടിച്ചിട്ട്. അമ്മാവൻ സങ്കടപ്പെടണ്ട, ശരിയാക്കാം നമുക്ക്. ഇത് ശരിയാവില്ല. അവര് എന്നെ എത്ര ആളെ വിളിക്കാൻ പോയിട്ടുണ്ട് ടൗണിലേക്കൊക്കെ. ആ ക്ലീറ്റസിനെ വിളിക്കാറുന്നില്ല. അവരാണെങ്കിൽ എന്നെ രക്ഷപ്പെടുത്തിയാൽ. അവൻ വന്നിട്ട് എന്ത് മല പറിക്കാനാ? എടാ അവൻ രാഷ്ട്രീയക്കാരനല്ലേ. ആ പാലയിൽ കുറച്ച് പിള്ളേരെങ്കിലും വന്ന ഈ പന്നികളൊക്കെ അടിച്ചു ഓടിച്ചാല്. അതിന്റെ ഒന്നും കാര്യമില്ല. പിന്നെ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ല നമുക്ക് ആദ്യം നോക്കണമല്ലോ. ഇല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കുട്ടിയെ. പേടിക്കാതെ. നിങ്ങൾ നോക്കോ, അവരെ ആൾക്കാർ ഒന്ന് തല്ലിക്കൊല്ലും. നീ അവനെ പിടിച്ച് തള്ളിയെന്നില്ല. നിന്റെ അടുത്ത് ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞാടാ. എന്റെ അടുത്ത് ഇങ്ങോട്ട് വരണോ വേണ്ട തീരുമാനിക്കുന്നത് ഞാനാണ്. ഇത് എന്റെ അമ്മാവന്റെ പെരടാണ്, നിങ്ങളുടെ അല്ലല്ലോ. മടല് വെച്ച് വീണ്ടും എന്നെ വിരട്ടാൻ നോക്കല്ലോ. വേണ്ട വേണ്ട, ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. ഒരു പുല്ലും ചെയ്യില്ല. മടലുകളെ മടലുകളെ എണ്ണേ നിന്റെ അടുത്താണ് പറയുന്നത്. പോ, യവനെ വിളിച്ചോണ്ട് പോ. നിനക്ക് മാനം വേണോ ജീവൻ വേണോ? രണ്ടും വേണ്ടെങ്കിൽ ഇവിടെ നില്ല. മര്യാദ സംസാരിച്ചോളാം. മര്യാദ ഞാൻ പറഞ്ഞല്ലോ വേണ്ട. ഞങ്ങൾ അമ്മാവനെ കൊണ്ടേ പോവുള്ളൂ. കൊണ്ട് പോ. നീ ഇവിടെ നിന്നോ. കുറച്ചു നേരം കൂടെ ഇവിടെ നിന്ന് സംഭവ വികാസങ്ങൾ കാണാം. യവൻ കത്തി എരിയുന്നത് ഇവിടെ കാണാം. യവൻ ഇതിനകത്തിട്ട് ഞങ്ങൾ കത്തിക്കും. ഒരുത്തനെ ഇപ്പൊ കൊന്നിട്ടിരിക്കണം. ആവശ്യമില്ലാത്ത പറയാം. പുള്ളി ആശുപത്രി കിടക്കുന്നേ ഉള്ളൂ. ആശുപത്രി കിടക്കുന്ന ആശുപത്രി പോയെന്ന് പറഞ്ഞ ഇവിടെ ആളെ ഉടനെ ചത്തെന്ന് പറഞ്ഞ പറയണ. കേൾക്കുന്നേ. ആശുപത്രി കിടക്കുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ വയറ്, ഇവിടെ വയറ്, ഇവിടെ വയറ്, ഇവിടെ വയറ്, ഇവിടെ വയറ്. പിന്നെ അവന് അങ്ങോട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്തോണ്ട് ശ്വാസം ഇവിടെ അങ്ങോട്ട് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങ് ഊരി അവൻ തീർന്നു. ഞാൻ കണ്ടു. കണ്ടില്ല, കണ്ടവര് പറഞ്ഞല്ലേ. അപ്പൊ കണ്ട അവരിവരും പറയുന്ന കേട്ടിട്ട് ഇവിടെ കിടന്ന് താളന്നുള്ളരുത്. പറയുന്ന ഒരു കാര്യം പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും വാശിയോ ദേഷ്യമോ വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് ഈ അവസരത്തിലല്ല കാണിക്കേണ്ടത്. ഏതവസരം? പിന്നെ ഏതവസരം? എടാ നിനക്കറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ്, സുവർണ. മിണ്ടരുത്. യവനെ ഞാൻ തീർക്കും. യവന്റെ പരാജയമാണ്. യവന്റെ ഈ ചീരത്തോട്ടം ഉണ്ടല്ലേ, ഈ ചീരത്തോട്ടം ഞാൻ അങ്ങോട്ട് എല്ലാരെയും കൂടെ വിളിച്ചവന്റെ ചീരയൊക്കെ ചവിട്ടി മതിച്ച് കളഞ്ഞിട്ട് അവിടെ കുളം കുത്തിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ കുളിക്കും. വേണ്ടി വന്നാൽ അവിടെ ചാവും. അത് വേണ്ട, കുളിക്കും. അല്ലേ? എനിക്ക് ആദ്യം പോയി അത് റെഡിയാക്കി.